നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലത്തുള്ള ട്രാവൻകൂർ മെഡിസിറ്റിയിലാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് കുറേയധികം ആക്സിഡൻറ്റ് കേസസും കുറേയധികം രോഗികളുടെ അവസ്ഥയൊക്കെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിലയേറിയ ഒരു ഇൻഫർമേഷൻ എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ എമർജൻസി കോൾ എന്നൊരു സംവിധാനം കണ്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും എമർജൻസി കോൾ ഫോൺ ലോക്ക്ഡ് സ്റ്റാറ്റസിൽ നമ്മൾ കോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എമർജൻസി കോൾ എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണത്? അല്ലെങ്കിൽ എമർജൻസി കോൾ എന്നത് നമ്മളുടെ നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഹെൽപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് തന്നെ പറയട്ടെ, എന്താണ് ഈ എമർജൻസി കോൾ എന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു അപരിചിതമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സമീപത്തുള്ളവർ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അവസാനം കോൺടാക്റ്റ് ചെയ്തത് ആരെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കുവാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ഫോൺ ആ സമയത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഫോൺ പാസ്വേഡ് ലോക്ക്ഡോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക്ഡോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക്ഡ് ഒക്കെ ആയിരിക്കും. ഫിംഗർ പ്രിൻറ്റ് ലോക്ക്ഡ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. ബട്ട് മറ്റുള്ള ലോക്കുകളാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ആ ഫോൺ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതിന് കുറേയധികം പരിമിതികളും കാണും. അപ്പോൾ ഈ എമർജൻസി കോൾ സംവിധാനത്തിൽ, അതായത് എല്ലാ സ്മാർട്ട് ഫോണിലുള്ള ഒരു സംവിധാനമാണ് എമർജൻസി കോൾ എന്നത്. അപ്പോൾ ഈ സംവിധാനത്തിൽ കുറച്ച് കോൺടാക്റ്റുകൾ നമ്മൾ മുൻകൂർ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ ഒരു അപകട സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ആദ്യം ഇന്ന ആളെ കോൺടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആളെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്ന് പ്രീഫിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് കോൺടാക്റ്റുകൾ ഈ എമർജൻസി കോൾ സംവിധാനത്തിൽ സെറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഈ നിങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും കോൺടാക്റ്റുകളിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഈവൻ നിങ്ങളുടെ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ കൂടിയും അവർക്ക് ഈ നിങ്ങൾ മുൻകൂട്ടി സെറ്റ് വെച്ചിരിക്കുന്ന അത്രയും കോൺടാക്റ്റുകളിലേക്ക് കോൾ ചെയ്യാനും നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനൊക്കെ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അല്ലെങ്കിൽ അവർ വേണ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി മാറും. അപ്പോൾ ഈ എമർജൻസി കോൾ എന്നത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യില്ല. നിങ്ങൾ ആദ്യം തന്നെ ഇതിനകത്ത് കുറച്ച് കോൺടാക്റ്റുകൾ സെറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിടുന്നത്, കുറച്ച് കോൺടാക്റ്റുകൾ ഈ എമർജൻസി കോൾ സംവിധാനത്തിൽ എങ്ങനെ സെറ്റ് ചെയ്തിടാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോണൊന്ന് ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ ഫോൺ ലോക്ക്ഡ് ആണ്. ശേഷം ഏറ്റവും താഴെ ഇടത് സൈഡിലായിട്ട് ഒരു ഫോൺ ഐക്കൺ കാണാം. അത് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എമർജൻസി കോൾ എന്ന് ദൃശ്യമാവുന്നതായിട്ട് കാണാം. ഞാൻ ആ ഐക്കണിൽ നിന്നും റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എമർജൻസി കോൾ എന്ന സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ 4 പ്ലസ് ഐക്കണുകൾ കാണാം. ഈ 4 ഐക്കണിലും നമുക്ക് 4 കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അവിടെ കാണുന്നു നോ കോൺടാക്ട്സ് എന്ന് ദൃശ്യമാകുന്നുണ്ട്. അതായത് നമ്മൾ ഈ എമർജൻസി കോൺടാക്റ്റ് അല്ലെങ്കിൽ എമർജൻസി കോൾ സംവിധാനത്തിൽ ഒരു കോൺടാക്റ്റും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ നോ കോൺടാക്ട്സ് എന്ന് കാണിക്കുന്നു. നമ്മളിവിടെ കുറച്ച് കോൺടാക്റ്റുകൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കോൺടാക്റ്റുകൾ ദൃശ്യമാവുന്നതാണ്. അപ്പോൾ കോൺടാക്റ്റുകൾ ആഡ് ചെയ്യുന്നതിനായി ആദ്യം തന്നെ ഫോൺ അൺലോക്ക് ചെയ്യാം. ഫോൺ അൺലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ കോൺടാക്റ്റ് മെനുവിലെത്തുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു അപകട സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആരെ ആദ്യം കോൾ ചെയ്യണം, ആരെ ആദ്യം വിളിക്കണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്തതിന് ശേഷം ആ ആളുടെ കോൺടാക്റ്റ് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ കോൺടാക്റ്റ് എഡിറ്റ് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാം. എഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഒന്നുകൂടെ കാണിക്കാം. എഡിറ്റ് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ്സ് എന്നൊരു മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ടാമതായി ICE എമർജൻസി കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ടിക്ക് മാർക്ക് കൊടുത്ത് എനേബിൾ ചെയ്യുക. ഈ കോൺടാക്റ്റ് സേവ് ചെയ്യുക. ഇപ്പോൾ ഈ കോൺടാക്റ്റ് എമർജൻസി കോൾ മോഡിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായി ഞാൻ മറ്റൊരു കോൺടാക്റ്റും കൂടി ആഡ് ചെയ്യുകയാണ്. ആ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ശേഷം ഗ്രൂപ്പ്സ് എന്നുള്ള സെക്ഷനിൽ ചെന്നതിന് ശേഷം ICE എമർജൻസി കോൺടാക്ട്സ് എന്ന ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുത്ത് എനേബിൾ ചെയ്യുന്നു. ആ കോൺടാക്റ്റും സേവ് ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ ഫോൺ ഒന്നും കൂടി ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ ലോക്ക്ഡ് ആണ്. ശേഷം വീണ്ടും ഞാൻ ആ ചുവന്ന ഫോൺ ഐക്കൺ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ എമർജൻസി കോൾ എന്ന സെക്ഷനിൽ വന്നിട്ടുണ്ട്. 4 പ്ലസ് ഐക്കണുകളും കാണാം. ആദ്യത്തെ പ്ലസ് ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്.
അപ്പോൾ അവിടെ ഞാൻ മുൻകൂട്ടി ആഡ് ചെയ്ത ആ 2 കോൺടാക്റ്റുകൾ ദൃശ്യമായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോൺടാക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കോൺടാക്റ്റ് എമർജൻസി കോൾ സംവിധാനത്തിൽ ആഡ് ആയിട്ടുണ്ട്. വീണ്ടും ഞാനൊന്ന് ആ സെക്ഷനിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ, അവിടെ ആ ഒരു കോൺടാക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കോൺടാക്റ്റ് ഞാൻ ആഡ് ചെയ്ത ആ കോൺടാക്റ്റ് കാണാം. അതും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. വീണ്ടും ഈ എമർജൻസി കോൾ എന്ന സെക്ഷനിലേക്ക് എത്തുക. ഇപ്പോൾ 2 കോൺടാക്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 2 കോൺടാക്റ്റുകൾ മാത്രമേ സെലക്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 2 കോൺടാക്റ്റുകളെ വരുള്ളൂ. ഒന്നിലധികം കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ 4 കോൺടാക്റ്റ് വരെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണൊന്ന് ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ ലോക്ക്ഡ് സ്റ്റാറ്റസിലാണ്. ഇനി ആ എമർജൻസി കോൾ എന്ന സെക്ഷൻ, അതായത് ഏറ്റവും താഴെ ഇടത് സൈഡിലായിട്ടുള്ള ആ ഫോൺ ഐക്കൺ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ആ 2 കോൺടാക്റ്റുകൾ ദൃശ്യമായിട്ടുണ്ട്. കോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആ കോൺടാക്റ്റിലേക്ക് കോൾ പോയതായിട്ട് കാണാം. ഇത്തരത്തിൽ നിങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്റ്റുകളിലേക്ക് നിങ്ങളുടെ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ കൂടി മറ്റൊരാൾക്ക് ഈ ഫോൺ ആക്സസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരിപ്പോൾ കണ്ടു കാണും, എൻ്റെ ഫോൺ ലോക്ക്ഡ് ആയിരുന്നിട്ട് കൂടിയും ഈ എമർജൻസി കോൾ ആ സംവിധാനത്തിൽ ഞാൻ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അത്രയും കോൺടാക്റ്റുകളിലേക്ക് എനിക്ക് കോൾ ചെയ്യാൻ സാധിച്ചതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതറിയാത്തവരിലേക്ക് തീർച്ചയായും ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായി ഇനി കാണും വരേക്കും ബൈ.